യേശുവിലായി ഞാൻ കാണുന്നു സ്നേഹവും ശാന്തിയും, ബഹുലമാം കരുണയും അഭയസ്ഥാനവും. യേശുവിലായി ഞാൻ കാണുന്നു സ്നേഹവും ശാന്തിയും, ബഹുലമാം കരുണയും അഭയസ്ഥാനവും. ആശ്രയം യേശുവാണെന്റെ ആശ്രയം, ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ആശ്രയം യേശുവാണെന്റെ ആശ്രയം, ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ സ്നേഹത്തിനും ക്ഷമയ്ക്കും പരിധികളില്ല. ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനും അതിൽ നീന്തിക്കളിക്കാനുമുള്ള ക്ഷണമാണ് നോമ്പുകാലം നൽകുന്നത്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അവനോട് എത്രമാത്രം മറുതലിച്ചിട്ടുണ്ടെങ്കിലും, ദൈവം നമ്മളോട് ക്ഷമ കാണിക്കുന്നത് ഒരേ ഒരു കാരണത്താലാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കപ്പുറം അവൻ നമ്മെ സ്നേഹിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് ശുദ്ധമുള്ള യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളോടുള്ള അവൻ്റെ സ്നേഹം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുന്നതിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവമായ യേശുമശിഹ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് രക്ഷ നേടിത്തരുവാൻ കുരിശിൽ ബലിയായി. അതുവഴി നമ്മുടെ പാപങ്ങൾക്കുള്ള സമ്പൂർണ്ണ യാഗമായി അവൻ മാറി. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായോ? അത് ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തെ വേണ്ടത്ര ഒരുക്കിയോ? നോമ്പിൻ്റെ ഈ ദിനത്തിൽ നമുക്ക് ആത്മപരിശോധന നടത്താം. അനുതാപമുള്ള ഹൃദയത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരിക്കലും മടുപ്പില്ലാത്ത ദൈവകാരുണ്യത്തിൽ നമുക്ക് വിലയം പ്രാപിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.